ഗൾഫ് സൗദി ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. സൗദിയിൽ ചികിത്സ നടത്തേണ്ട അടിയന്തര സാഹചര്യമുണ്ടാകുമ്പോൾ ഇൻഷുറൻസ് കമ്പനിയുടെ അനുമതിക്കായി കാത്തിരിക്കേണ്ട ആവശ്യമില്ലെന്ന് സൗദി ഹെൽത്ത് ഇൻഷുറൻസ് കൗൺസിൽ അറിയിച്ചു. രോഗിയെ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഇൻഷുറൻസ് കമ്പനിയുടെ അപ്രൂവൽ കിട്ടാൻ ആശുപത്രികളും മെഡിക്കൽ ക്ലിനിക്കുകളും കാത്തിരിക്കാറുണ്ട്. ഈ അവസ്ഥയിലാണ് അധികൃതരുടെ അറിയിപ്പ്. അബുദാബിയിലെ തിരക്കേറിയ ഹൈവേയിൽ ഡ്രൈവർമാർ അശ്രദ്ധമായി വാഹനങ്ങൾ ലൈൻ മാറ്റിയത് മൂലമുണ്ടായ അപകടത്തിന്റെ ഭീകര ദൃശ്യം അബുദാബി പോലീസ് പങ്കുവച്ചു. പെട്ടെന്നുള്ള ലൈൻ മാറ്റം എങ്ങനെയാണ് വലിയ അപകടങ്ങൾക്ക് കാരണമാകുന്നതെന്ന് വ്യക്തമാക്കാനാണ് റോഡ് ക്യാമറകളിൽ പതിഞ്ഞ വീഡിയോ പോലീസ് പുറത്തുവിട്ടത്. ഇത്തരം പ്രവണതകൾക്കെതിരെ പോലീസ് കർശന മുന്നറിയിപ്പും നൽകി. ഇരുവാഹനങ്ങളും ലൈനുകളിൽ തുടരുകയോ ലൈൻ മാറുന്നതിനു മുമ്പ് മുൻകരുതൽ സ്വീകരിക്കുകയോ ചെയ്തിരുന്നു എങ്കിൽ അപകടങ്ങൾ ഒഴിവാക്കാമായിരുന്നു എന്നും വ്യക്തമാക്കുന്നതാണ് പോലീസ് പുറത്തുവിട്ട 49 സെക്കൻഡ് മാത്രം ദൈർഘ്യമുള്ള വീഡിയോ. ഹിജ്റ പുതുവത്സര ദിനം പ്രമാണിച്ച് ഞായറാഴ്ച ഷാർജയിൽ സൗജന്യ പാർക്കിംഗ്. ഷാർജ മുനിസിപ്പാലിറ്റിയാണ് പ്രസ്താവനയിലൂടെ ഇക്കാര്യം അറിയിച്ചത്. എല്ലാ ദിവസവും പെയ്ഡ് പാർക്കിംഗ് സംവിധാനമുള്ള ബ്ലൂ പാർക്കിംഗ് സോണുകളിൽ ഈ ഇളവ് ലഭിക്കുകയില്ല. എല്ലാ വെള്ളിയാഴ്ച ദിവസങ്ങളിലും നിലവിൽ ഷാർജയിൽ പാർക്കിംഗ് സൗജന്യമുണ്ട്. ഞായറാഴ്ച സ്വകാര്യ മേഖലയ്ക്ക് അവധിയായിരിക്കുമെന്നും മാനവവിഭവശേഷി എമിറേറ്റൈസേഷൻ മന്ത്രാലയം നേരത്തെ അറിയിച്ചിരുന്നു. ഒമാനിൽ ഇന്നലെ മാസപ്പിറവി ദൃശ്യമായതിനാൽ ഇന്ന് മുഹറം 1 ഔഖഫ് മതകാര്യ മന്ത്രാലയം അറിയിച്ചു. രാജ്യത്തെ പൊതു സ്വകാര്യ മേഖലകൾക്ക് മുഹറം പ്രമാണിച്ച് ഇന്ന് പൊതു അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബർക്കയിലെ പ്രാദേശിക മാർക്കറ്റിൽ വെച്ച് കലഹിച്ച നിരവധി പേരെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. ഒരു കൂട്ടം വിദേശികളെയാണ് തെക്കൻ ബാത്തിന ഗവർണറേറ്റ് പോലീസ് കമാൻഡ് പിടികൂടിയത്. മാർക്കറ്റിൽ നിന്നും സംഘം തിരിഞ്ഞ് ആളുകൾ തമ്മിൽ അടിപിടി കൂടുന്നതിന്റെ ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിലും പ്രചരിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് കലഹത്തിൽ ഏർപ്പെട്ടവരെ പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയത്. പ്രതികൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചതായും പോലീസ് പ്രസ്താവനയിൽ വ്യക്തമാക്കി. ഹിജ്റ പുതുവത്സരത്തിന്റെ ഭാഗമായി സുൽത്താൻ ഹൈത്തം ബിൻ താരിഖ് അറബ് ഇസ്ലാമിക രാജ്യങ്ങളിലെ നേതാക്കൾക്ക് പുതുവത്സരാശംസകൾ കൈമാറി. സന്തോഷവും ദീർഘായുസ്സും നേരുന്നതായും പുതുവത്സരം നല്ലൊരു വർഷമാകട്ടെയെന്നും ഇസ്ലാമിക രാഷ്ട്രത്തിന് കൂടുതൽ ക്ഷേമവും സമൃദ്ധിയും കൈവരിക്കാൻ സർവശക്തനോട് പ്രാർത്ഥിക്കുകയാണെന്നും കേബിൾ സന്ദേശത്തിൽ സുൽത്താൻ അറിയിച്ചു. അറബ് മുസ്ലിം രാജ്യങ്ങളിലെ നേതാക്കൾ സുൽത്താനും ആശംസകൾ കൈമാറി. നല്ല ആരോഗ്യവും സന്തോഷവും ദീർഘായുസ്സും നേരുകയും സുൽത്താനു കീഴിൽ ജനത കൂടുതൽ പുരോഗതിയും അഭിവൃദ്ധിയും കൈവരിക്കട്ടെ എന്നും പുതുവത്സര ആശംസാ സന്ദേശത്തിൽ അറബ് നേതാക്കൾ അറിയിച്ചു. തെക്കൻ ബാത്തിന ഗവർണറേറ്റിൽ വൻതോതിൽ സിഗരറ്റ് ശേഖരം പിടിച്ചെടുത്തു. ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് കസ്റ്റംസ് വിഭാഗത്തിലെ റിസ്ക് അസസ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് നടത്തിയ പരിശോധനയിലാണ് വിദേശികൾ സൂക്ഷിച്ച നിരോധിത സിഗരറ്റ് കണ്ടെത്തിയത്. 8300 സിഗരറ്റ് പെട്ടികൾ കണ്ടുകെട്ടി. പ്രതികൾ ഏഷ്യൻ രാജ്യക്കാരാണ്. ഇവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചതായും ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് കസ്റ്റംസ് വിഭാഗം അറിയിച്ചു. രാജ്യത്തെ പൊതുമുതൽ നശിപ്പിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ റിപ്പോർട്ട് ചെയ്യാൻ നിർദ്ദേശിച്ച് മസ്കറ്റ് നഗരസഭ. 1111 എന്ന നമ്പറിലാണ് വിവരം അറിയിക്കേണ്ടത്. റിപ്പോർട്ട് ലഭിച്ചാൽ നടപടി സ്വീകരിക്കുമെന്നും നഗരസഭ പ്രസ്താവനയിൽ അറിയിച്ചു. പൊതുമുതൽ നശിപ്പിക്കുന്നതിനെതിരെ അടുത്തിടെ മസ്കറ്റ് നഗരസഭ മുന്നറിയിപ്പ് നൽകിയിരുന്നു. വിവിധ സ്ഥലങ്ങളിൽ ഉപകരണങ്ങളും മറ്റും നശിപ്പിക്കപ്പെട്ടതിന്റെ ചിത്രങ്ങൾ പങ്കുവച്ചായിരുന്നു മസ്കറ്റ് നഗരസഭയുടെ ഓർമ്മിപ്പിക്കൽ. മസ്കറ്റ് ഗവർണറേറ്റിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യായാമ സംവിധാനങ്ങൾ, കുട്ടികളുടെയും മുതിർന്നവരുടെയും വിനോദ സൗകര്യങ്ങൾ, കളിസ്ഥലങ്ങൾ, ഇരിപ്പിടങ്ങൾ തുടങ്ങിയവ ഉപയോഗശൂന്യമാവുകയും പൊതുസ്ഥലത്ത് അനുമതിയില്ലാതെ ചിത്രങ്ങൾ വരയ്ക്കുകയും കേടുപാടുകൾ വരുത്തുകയും ചെയ്തതിന്റെ ചിത്രങ്ങളാണ് നഗരസഭ സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവച്ചിരിക്കുന്നത്. ഭക്ഷണ മാലിന്യങ്ങൾ അലക്ഷ്യമായി ഉപേക്ഷിക്കുന്നതുൾപ്പെടെയുള്ള പ്രവണതകൾക്കെതിരെ കഴിഞ്ഞ ദിവസവും നഗരസഭയുടെ മുന്നറിയിപ്പുണ്ടായിരുന്നു. ഇത് നിയമലംഘനമാണെന്നും മറ്റുള്ളവർക്കും ഇത്തരം സൗകര്യങ്ങൾ അനുഭവിക്കുന്നതിനുള്ള അവസരങ്ങൾ നിഷേധിക്കുകയാണെന്നും നഗരസഭ വ്യക്തമാക്കി. പൊതു സൗകര്യങ്ങളും സംവിധാനങ്ങളും നിലനിർത്തുന്നതിന് തെറ്റായ പ്രവണതകൾ ഒഴിവാക്കണമെന്നും ഇവയെല്ലാം സുരക്ഷിതമായി സൂക്ഷിക്കുന്നതിന് ഇടപെടണമെന്നും മസ്കറ്റ് നഗരസഭ എക്സ് പ്ലാറ്റ്ഫോമിൽ പങ്കുവച്ച പ്രസ്താവനയിൽ വ്യക്തമാക്കി.
സൗദി അറേബ്യയിൽ പൊതുസ്വത്തുക്കൾ നശിപ്പിച്ചാൽ കടുത്ത പിഴ. മുനിസിപ്പൽ മന്ത്രാലയത്തിന്റെ പുതിയ നിയമപരിഷ്കാരത്തിലാണ് പിഴയും ശിക്ഷയും കടുപ്പിച്ചത്. റോഡുകൾക്ക് കേടുപാട് വരുത്തുകയോ തടസ്സമുണ്ടാക്കുകയോ ചെയ്താൽ 1,00,000 റിയാൽ വരെ പിഴ ചുമത്തും. റോഡ് അപകടങ്ങളിൽ റോഡുകൾക്കും അനുബന്ധ ഗതാഗത സംവിധാനങ്ങൾക്കുമുണ്ടാകുന്ന കേടുപാടുകൾ പരിഹരിക്കുന്നതിനാവശ്യമായ നഷ്ടപരിഹാര തുക ഈടാക്കാനും പുതിയ നിയമം അനുമതി നൽകുന്നു. സൗദിയിൽ വിവിധ മേഖലകളിൽ വിദഗ്ധരായ വ്യക്തികൾക്ക് പൗരത്വം നൽകുന്നു. ശാസ്ത്രജ്ഞർ, ഡോക്ടർമാർ, ഗവേഷകർ, കണ്ടുപിടുത്തക്കാർ, സംരംഭകർ, അപൂർവ പ്രതിഭകൾ തുടങ്ങി വിശിഷ്ട വ്യക്തികൾക്കാണ് പൗരത്വം അനുവദിക്കാൻ സൗദി ഗവൺമെന്റ് നടപടി തുടങ്ങിയത്. വിവിധ മേഖലകളിൽ രാജ്യത്തിന് പ്രയോജനപ്പെടും വിധം നിയമം, മെഡിക്കൽ, ശാസ്ത്രം, സാംസ്കാരികം, കായികം, സാങ്കേതികം തുടങ്ങിയ രംഗങ്ങളിൽ കഴിവ് തെളിയിച്ചവർക്ക് പൗരത്വം നൽകണമെന്ന സൽമാൻ രാജാവിന്റെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ നടപടി. 43 വർഷം ഒമാന്റെ പ്രധാന വിമാനത്താവളമായ പഴയ അന്താരാഷ്ട്ര വിമാനത്താവളം നവീകരിച്ച് വാണിജ്യ ഹബ്ബായി മാറ്റാനുള്ള പദ്ധതികൾ പുരോഗമിക്കുന്നു. 1973 നിർമ്മിച്ച പഴയ വിമാനത്താവളം 2018 വരെ ഒമാന്റെ പ്രധാന വിമാനത്താവളമായിരുന്നു. പഴയ വിമാനത്താവളത്തിലെ 50,000 ചതുരശ്ര മീറ്റർ സ്ഥലമാണ് വിവിധോദ്ദേശ വാണിജ്യ ഹബ്ബാക്കി മാറ്റുന്നത്. പദ്ധതി തലസ്ഥാന നഗരിയുടെ സാമ്പത്തിക വികസനത്തിനും വഴിയൊരുക്കും. പദ്ധതിയിൽ താൽപ്പര്യമുള്ളവർക്കും ഈ മാസം 9 വരെ അവരുടെ മുതൽ മുടക്കുവാനുള്ള സന്നദ്ധത അറിയിക്കാവുന്നതാണ്. ഒമാൻ എയർപോർട്ട് മാനേജ്മെന്റ് കമ്പനിക്കായിരിക്കും പദ്ധതിയുടെ മേൽനോട്ടം. വിമാനത്താവളത്തെ 5 ഭാഗങ്ങളായി തിരിച്ചാണ് പദ്ധതികൾക്കായി ലേലത്തിന് വെച്ചിരിക്കുന്നത്. ഇതിൽ പ്രധാനപ്പെട്ടത് 24,000 ചതുരശ്ര മീറ്റർ വരുന്ന വാണിജ്യ മേഖലയാണ്. ചില്ലറ വ്യാപാര സ്ഥാപനങ്ങൾ അടക്കമുള്ളവയാണ് ഇവിടെ പദ്ധതിയിടുന്നത്. 14,000 ചതുരശ്ര മീറ്റർ വരുന്ന രണ്ടാം ഭാഗം ബിസിനസ് ഹബ്ബാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഈ ഭാഗത്ത് ഏവിയേഷൻ മ്യൂസിയവും നിർമ്മിക്കും. ഒമാൻ അസംസ്കൃത എണ്ണവില ഉയർന്ന് ബാരലിന് $87.49 വെള്ളിയാഴ്ച 83 സെന്റാണ് കൂടിയത്. വ്യാഴാഴ്ച എണ്ണവില $86.66 ആയിരുന്നു. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി ഒമാൻ എണ്ണവില മുകളിലോട്ടാണ്. ബാരലിന് $90 വിദഗ്ധർ വിലയിരുത്തുന്നത്. അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഡിമാൻഡ് വർദ്ധിക്കുന്നതും ഒപെക് അംഗരാജ്യങ്ങൾ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാത്തതുമാണ് എണ്ണവില ഉയരാൻ പ്രധാന കാരണം. ഒമാൻ എണ്ണവില ബാരലിന് $100 വരെ ഒപെക് അംഗരാജ്യങ്ങൾ വെട്ടിക്കുറച്ച് ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ സാധ്യതയില്ലെന്നും വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. അതേസമയം ആഗോള മാർക്കറ്റിൽ എണ്ണയുടെ ഡിമാൻഡ് ഈ ആഴ്ച വർദ്ധിച്ചു. കഴിഞ്ഞ 4 ആഴ്ചയായി എണ്ണയുടെ ഡിമാൻഡ് ഉയർന്നു വരികയാണ്. ഒപെക് അംഗരാജ്യങ്ങളും റഷ്യയും എണ്ണ കയറ്റുമതി കുറച്ചതാണ് ഇതിന് കാരണം. ഇതോടെ മാർക്കറ്റിൽ ആവശ്യത്തിനൊത്ത രീതിയിൽ എണ്ണ ലഭ്യമല്ല. ഇതാണ് എണ്ണവില വർദ്ധിക്കാൻ പ്രധാന കാരണം. കൂടാതെ അമേരിക്കൻ ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറച്ചതും മധ്യ പൗരസ്ത്യ ദേശത്ത് നടക്കുന്ന സംഘർഷങ്ങളും എണ്ണവില വർദ്ധിക്കാൻ പ്രധാന കാരണമാണ്.